പഴയ നിവിൻ തിരിച്ചു വന്നു ഗായ്സ്. നോ, പഴയ നിവിൻ ഇതല്ല. ആക്ച്വലി ഞാൻ ഭയങ്കരമായ നിവിൻ പോളി ഫാനാണ്. ഭയങ്കര നമ്മൾക്കൊരു അഡിക്ഷനുള്ളൊരു നിവിൻ പോളി ഫാനല്ല, അങ്ങനത്തെ ഒരു നിവിൻ പോളി ഫാനാണ്. ഞാൻ പണ്ട് മുതൽ ഞാൻ അങ്ങനത്തെ നിവിൻ പോളി ഫാനാണ്. എനിക്ക് ഫീൽ ചെയ്തത് പഴയ നിവിനല്ല അത് വേറെയാണ്. കുറച്ച് റൊമാൻറ്റിക്, നമുക്ക് അങ്ങനെ തോന്നുന്നൊരു നിവിനായിരുന്നില്ലേ. ആ നിവിനല്ല നിങ്ങൾക്ക് നമ്മുടെ സർവ്വമായയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കുറച്ചും കൂടെ ഒരു പ്രീമിയം വേർഷനാണ്, അല്ലെങ്കിൽ ഒരു ക്ലാസിക് വേർഷനാണ് നമുക്ക് പറയാം. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു നിവിനാണ്. ഭയങ്കര നൈസായിട്ടുള്ള നിവിനാണ്, മോശമാണെന്നല്ല ഞാൻ പറയണം. അടിപൊളിയാണ്, സൂപ്പറാണ്, ഭയങ്കര നൈസായിട്ട് ആളുടെ അഭിനയം. പിന്നെ ആൾ പണ്ടേ അങ്ങനെ നാച്ചുറൽ അങ്ങനെ അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു നിവിനാണ്. പക്ഷെ അതൊരിക്കലും പഴയ നിവിനായിട്ട് എനിക്ക് തോന്നിയില്ല. പഴയ നിവിൻ ഇങ്ങനെയല്ല, അത് വേറൊരു നിവിനാണ്. അപ്പോൾ ഇത് കൊള്ളാം, അടിപൊളിയാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ റിവ്യൂസ് ഒന്നും കേട്ടിട്ട് നിങ്ങൾ കാണാൻ പോകരുത്. വലിയ വലിയ ഫിലിം ക്രിട്ടിക്സിൻ്റെ റിവ്യൂസ്, അതിൻ്റെ അങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ അതൊന്നും കേട്ട് നിങ്ങൾ പോകരുത്. സിമ്പിളായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാം. അടിപൊളി പടമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞ് ഒരു ഫീൽ. ചില സീനൊക്കെ വന്നപ്പോൾ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു. നിവിൻ്റെ കണ്ണ് നിറഞ്ഞ സീനുകൾ ചിലത് കണ്ടപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു. ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയാണ്. പിന്നെ അതേപോലെ വലിയ എന്താ പറയുക, മാസമായിട്ടുള്ള ക്ലൈമാക്സ്, മാസമായിട്ടുള്ള ട്വിസ്റ്റുകൾ, അങ്ങനത്തെ സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്തത്, അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും അതിനകത്തില്ല. പിന്നെ നിവിൻ അജു കോംബോ ആസ് ഓൾവേസ് അടിപൊളിയാണ്. പിന്നെ അതിലത്തെ ഹീറോയിൻ സൂപ്പറാണ്, ഭയങ്കര ക്യൂട്ടാണ്, അടിപൊളി നൈസായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ ഒരു അടിപൊളി ഫിലിമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ചേട്ടാ.